ഗ്രീൻസ് തിയറത്തിൻ്റെ മെയിൻ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. എലോങ് ട്രയാങ്കുലർ പാത്തും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഗ്രീൻസ് തിയറം വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാനാണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ എന്ത് തിയറമാണ് പറഞ്ഞിരിക്കണേന്ന് നോക്കാം. ഞാനിവിടെ ക്വസ്റ്റ്യൻ ഫുള്ളി എഴുതിയിട്ടില്ല, അതിൽ ഇമ്പോർട്ടൻ്റ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്ത് തിയറമാണ് പറയുന്നത്? യൂസിങ് ഗ്രീൻസ് തിയറം. അതിൽ തന്നിരിക്കുന്ന എന്താണെന്ന് താഴെ എടുത്ത് എഴുതുക. ഇൻറ്റഗ്രൽ സി എക്സ് സ്ക്വയർ വൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ. ഓക്കെ, ഇതാണല്ലോ നമ്മുടെ ഗ്രീൻസ് തിയറത്തിൻ്റെ LHS. ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സി എഫ് എക്സ് കോമ വൈ ഡി എക്സ് പ്ലസ് ജി എക്സ് കോമ വൈ ഡി വൈ. ഇതിൽ നിന്ന് നമുക്ക് എഫ് കിട്ടും. എഫ് എക്സ് കോമ വൈ എന്തെന്ന് മനസ്സിലായി? എക്സ് സ്ക്വയർ വൈ എന്ന് കിട്ടി. ജി എക്സ് കോമ വൈ എന്തെന്ന് കിട്ടി? ജി എക്സ് കോമ വൈ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്കിതിൽ പ്രൂവ് ചെയ്യേണ്ടത്, ഓക്കെ, അപ്പം നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് വേറൊന്നുമല്ല. ഇത് കിട്ടിയല്ലോ, എക്സ് സ്ക്വയർ വൈ എന്നും കിട്ടി, ജി എക്സ് കോമ വൈ എക്സ് എന്നും കിട്ടി. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് RHS ആണ് ഗ്രീൻസ് തിയറം വെച്ചിട്ട്. അപ്പോൾ ആദ്യം ഡോ ജി ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുക, ഡോ എഫ് ബൈ ഡോ വൈ കണ്ടുപിടിക്കുക. ദാറ്റ്സ് ഡോ ജി ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു 1, ഡോ എഫ് ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു എന്താണ്? ഇതാണ്. അപ്പോൾ എക്സ് സ്ക്വയർ വൈ ഇൻറ്റു വൈ 1 അല്ലേ? ഓക്കെ ആയല്ലോ. നമുക്കിനി ഇതിനെടുത്ത് നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ്, അപ്പോൾ എങ്ങനെ കിട്ടും? ഡബിൾ ഇൻറ്റഗ്രൽ ആർ ഡോ ജി ബൈ ഡോ എക്സിന് പകരം 1 മൈനസ് ഡോ എഫ് ബൈ ഡോയിന് പകരം എക്സ് സ്ക്വയർ ഡി എക്സ് ഡി വൈ. ഓക്കെ, ഇത് ഇത്രയും കറക്റ്റാണ്. പക്ഷേ ആറിന് നമ്മൾ ലിമിറ്റ് കൊടുക്കണ്ടേ? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? ഒരു ട്രയാങ്കുലർ പാത്താണ്. ഈ ട്രയാങ്കുലർ പാത്തിൽ ഞാൻ ഇങ്ങനൊരു റോഡ് വരയ്ക്കുന്നു. ഈ റോഡിൽ എക്സ് ആക്സിസ് 0 to 1 വരെയാണ് പോകുന്നത്. വൈ ആക്സിസിൽ വൈ എന്താണ് വരുന്നത്? വൈ ഇവിടെ 0 അല്ലേ? വൈ ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പം ഈ ലൈനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ലൈൻ